Good afternoon, Gayatri. Okay, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വില്ലേജസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ഓർക്കുന്നുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. ക്ലിയർ അല്ലേ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് ക്ലിയർ ആവുന്നുണ്ട്. ഫസ്റ്റ് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഫസ്റ്റ് പറയൂ. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് വില്ലേജ്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ട് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യാവോ? ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട്, അതുകൊണ്ടാ. പ്ലീസ് മ്യൂട്ട്. Okay, first now continue. Blood and body fluids village. പിന്നെ എന്തൊക്കെ പഠിച്ചു? പിന്നെ അതില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വില്ലേജ് വേസ്റ്റ് പഠിച്ചു. ഹോസ്പിറ്റലിലെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. പിന്നെ ഏതായിരുന്നു? പിന്നെ മെർക്കുറീസ് വില്ലേജ് വേസ്റ്റ്. കെമിക്കൽസ് പഠിച്ചു. Then ഓക്കെ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെർക്കുറീസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? മെർക്കുറി വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. സ്ക്രീൻ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? മെർക്കുറി ലീക്കേജ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ് ആൻഡ് ആക്ച്വൽ മാനേജ്മെന്റ് ഈസ് വൈറ്റൽ. ഓക്കെ, നമ്മൾ പറഞ്ഞു മെർക്കുറിയുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ നമുക്ക് പലതരം അസുഖങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്തൊക്കെയായിരുന്നു? മെർക്കുറി എന്താണ്? ക്യാൻസറിന് കാരണമാകുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്തായിരുന്നു? ബർത്ത് ഡിഫക്ട്സ്, പിന്നെ ബ്രെയിൻ, നെർവ് സിസ്റ്റത്തിനേക്ക് ഡാമേജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇതിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, then first point. Okay, Gayatri. Okay, evict the area. If the spill is important, evict the area and call emergency services. എന്താണ് evict the area? ഇപ്പൊ നമ്മൾ മെർക്കുറിയുടെ സ്പിൽ അല്ലെങ്കിൽ ലീക്കേജ് കണ്ടാൽ ആ ഏരിയ എന്ത് ചെയ്യണം? എവിക്ട് ചെയ്യണം. ഓക്കെ, ഐസൊലേറ്റ് ചെയ്യണം ആ ഏരിയ. ദെൻ പിന്നെന്താണ്? എമർജൻസി സർവീസുമായിട്ട് കോൾ ചെയ്യണം. ഓക്കെ, എമർജൻസി സർവീസിനെ കോൾ ചെയ്യണം. ഓക്കെ, നമ്മൾ പറഞ്ഞു മെർക്കുറി ലീക്കേജ് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെയും അല്ലെങ്കിൽ എൻവയോൺമെന്റിനെയും ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ആ ഏരിയ എവിക്ട് ചെയ്യണം. ഓക്കെ, ലീക്കേജ് ഉണ്ടായ ഏരിയ എവിക്ട് ചെയ്യുക. ദെൻ എന്താണ്? എമർജൻസി സർവീസിൽ കോൾ ചെയ്യുക. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ഗായത്രി. ഓക്കെ അശ്വിൻ. ഓക്കെ, then take away jewelry. ഓക്കെ, jewelry ഉണ്ട്. ഓക്കെ, jewelries എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ഓക്കെ, take away all jewelry from hand and wrist so that the mercury can't combine with the valuable metals. ഈ മെർക്കുറി നമ്മുടെ ജുവല്ലറീസ് ആയിട്ട് ഈ മെറ്റൽസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട്, ഓക്കെ, ബ്ലെൻഡ് ചെയ്തിട്ട് അബ്സോർബ് ചെയ്തെടുക്കും. ഐ മീൻ ഡിസോൾവ് ചെയ്യും. ഓക്കെ, മെർക്കുറിക്ക് ഈ ഗോൾഡിനെയൊക്കെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോ അതിന് മുൻപായിട്ട് ഇതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള വാല്യുബിൾസ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും, ഓർണമെന്റ്സ്, ജ്വല്ലറി ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എന്താണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്? ഗ്ലൗസ്, അതിനൊരു കോമൺ
മാസ്ക് മറ്റേ ഫേസ് ഷീൽഡ് എന്തായിരുന്നു ബിനോയ്? ഫേസ് ഷീൽഡ്, ഗ്ലൗസ്, മാസ്ക്, അതൊക്കെ ഫേസ് ഷീൽഡ് മേഡം. കോമൺ നെയിം നമ്മൾ പരിചയപ്പെട്ടില്ലേ? ഗ്ലൗസ്, മാസ്കിനെയൊക്കെ നമ്മൾ എന്താ വിളിക്കുന്നത്? പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. വെരി ഗുഡ്. നമ്മൾ എന്ത് ചെയ്യണം? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ഇത്തരത്തിലുള്ള PPE നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ലിസൺ ഹിയർ. Persons should use suitable personal protective equipment such as gloves, goggles and respirators before going to the spill to avoid connection with the mercury and prevent inhalation of mercury vapors. Okay, അപ്പൊ നമ്മൾ ഈ മെർക്കുറിയുമായിട്ട് കോണ്ടാക്ട് വരുന്നതിന് മുൻപ് നമ്മൾ ഇത്തരത്തിലുള്ള PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ എന്ത് പറ്റും? നമുക്കത് നമ്മൾ ശ്വസിക്കുന്നതിലൂടെ നമുക്ക് ബ്രീത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. ഓക്കെ, ലങ്സിന് ഡാമേജ് ഉണ്ടാകാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതിന് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നതിന് മുൻപ് നമ്മൾ എന്ത് ധരിച്ചിരിക്കണം? PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്? ക്ലിയർ ആണ് മാം. ഓക്കെ, then contain the spill. Use a mercury spill kit. Okay, mercury spill kit or absorbent materials like absorbent pads to contain the spill and prevent it from spreading. ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചില്ല അബ്സോർബന്റ് പാഡ്സ് എന്താണ്? അതിന് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെറ്റീരിയൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടിഷ്യൂസ് ആയിരിക്കാം, ചിലപ്പോൾ എന്താണ് പേപ്പേഴ്സ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ്സ്. ഇത്തരത്തിലുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ ഈ ലീക്കേജ് പ്രിവെന്റ് ചെയ്യണം. എങ്ങനെ? സ്പ്രെഡ് ആവുന്നതിൽ നിന്നും നമ്മൾ പ്രിവെന്റ് ചെയ്യണം. ഓക്കെ, സ്പ്രെഡ് ആകാതെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, നമ്മൾ കൺട്രോൾ ചെയ്യണം ഇത്തരത്തിലുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത്. ഓക്കെ, then put materials in a labeled hazard-based bag or container for discarding. If it's small spillage, sit with a needleless syringe without needle and dispatch for recycling. Okay, അപ്പോൾ ഇങ്ങനത്തെ ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്ത അബ്സോർബന്റ് പാഡ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ എവിടെ പുട്ട് ചെയ്യണം അല്ലെങ്കിൽ എവിടെ ഡിസ്പാച്ച് ചെയ്യണം എന്നാ പറയുന്നത്? ലേബൽഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഇത് നിക്ഷേപിക്കേണ്ടത്. ഓക്കെ, ഡിസ്പാച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ലേബൽഡ് ചെയ്ത ഒരു ബാഗിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ ആയിരിക്കണം നിക്ഷേപിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിക്കൽ ഡിവൈസസ് ഉണ്ട് അല്ലെ? ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവൈസസ് ഉണ്ട്. അതിൽ സിറിഞ്ച് വരാം, നീഡിൽസ് വരാം, ഷാർപ്സ് ഒബ്ജക്ട്സ് വരാം. ഓക്കെ, നീഡിൽസ് ഒക്കെ എങ്ങനെയാണ്? വൺ ടൈം യൂസ് ആണ് അല്ലെ? അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമോ നീഡിൽസ്? അത് വൺ ടൈം യൂസ് ഉള്ളൂ നീഡിൽസിന് അല്ലെ? പക്ഷെ സിസേഴ്സ് ഒക്കെ എങ്ങനെയാണ്? സിസേഴ്സ് നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും അല്ലെ? അതെങ്ങനെ? ഡിസിൻഫെക്ട് ചെയ്തതിനു ശേഷം ഇത്തരത്തിലുള്ള സിസേഴ്സ് അല്ലെങ്കിൽ നൈഫ്സ് ഒക്കെ നമുക്ക് റീയൂസ് ചെയ്യാം. ബട്ട് നീഡിൽസ് എങ്ങനെയാണ്? വൺ ടൈം യൂസ് ആണ്. ദെൻ സിറിഞ്ച് പോലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, സിറിഞ്ച് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ എന്തിനാണ്? റീസൈക്ലിങ്ങിന് വേണ്ടിയായിരിക്കണം മാറ്റേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ പോയിന്റ്? ക്ലിയർ ആയി മാഡം. Okay, then clean up the spill. Use a mercury spill kit. Use a mercury spill kit or adhere to the manufacturer's directives for the exact use of absorbent materials. Screen move ചെയ്യണം. Okay. Use a mercury spill kit or adhere to the manufacturer's directives for the exact use of absorbent materials to clean up the spill. Be cautious not to spread the mercury during cleanup. Some hospitals follow all the mercury spill surfaces decontaminated with 10% sodium thiosulfate solution. Then leave a window open to aerate after the cleanup. After making sure that all the mercury has been removed, continue normal vacuuming and use the clean area for customary operations. അപ്പൊ എങ്ങനെ സ്പില്ല് ക്ലീൻ ചെയ്യണം എന്നാ പറയുന്നത്? മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചായിരിക്കണം ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെ ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്? പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് സ്പ്രെഡ് ആകാതെ ശ്രദ്ധിക്കണം. ഓക്കെ,
ഇത് സ്പ്രെഡ് ആകാൻ പാടില്ല ക്ലീൻ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഹോസ്പിറ്റൽസിലും 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ സ്റ്റില്ലായിട്ടുള്ള സർഫസ് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം എന്നാ പറയുന്നത്, വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്യണം. എന്തിനാ വിൻഡോസ് ഓപ്പൺ ചെയ്യാൻ പറയുന്നത്? എയർ പാസിന് വേണ്ടി. ഓക്കെ അപ്പൊ എയർ പാസിന് വേണ്ടി വിൻഡോസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ അതിനുശേഷം നമുക്ക് നോർമൽ വാക്യൂമിങ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ ദെൻ നമ്മൾ അതിന് ശേഷം നമ്മൾ എന്ത് വർക്കാണ് അവിടെ ചെയ്തിരുന്നത് ആ വർക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ സാധാരണ പോലെ ആ ഏരിയ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. അപ്പൊ ആ പോയിന്റ് ക്ലിയർ ആയോ? ക്ലീൻ അപ്പ് ദ സ്പിൽ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്നത് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ്. എന്താ യൂസ് ചെയ്യുന്നത്? 10% സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. ഓക്കെ ഓക്കെ മാഡം. ക്ലിയർ ആണോ? ഒന്നും കൂടെ പറയോ? ഇതാ ക്ലീൻ അപ്പ് ദ സ്പിൽ ആണോ? അതെ അതെ. ഓക്കെ നമ്മള് മെർക്കുറി സ്പിൽ ആയിട്ടുണ്ടെങ്കിൽ ആ ഏരിയ ആ സ്പേസ് അല്ലെങ്കിൽ ആ സർഫസ് നമ്മൾ എന്ത് ചെയ്യണം? സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യണം. ഓക്കെ 10%. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? വിൻഡോ ഓപ്പൺ ചെയ്യുക. ഓക്കെ എയർ പാസ് വായു സുഗമമായിട്ട് സഞ്ചരിക്കാനുള്ള ഫെസിലിറ്റീസ് ചെയ്ത് കൊടുക്കണം. വിൻഡോസ് ഓപ്പൺ ചെയ്യുക. ഓക്കെ ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ മാഡം. ഓക്കെ മാഡം. Then the next point is dispose of waste. Waste എങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം? Okay, all materials that come into contact with the mercury should be discarded as dangerous waste in labeled bags or containers. Adhere to local, state and federal regulations for the disposal of dangerous waste. എങ്ങനെയായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്? ലേബിൾഡ് ബാഗ്, ലേബിൾഡ് ചെയ്ത ബാഗിലായിരിക്കണം. ഓക്കെ ഡേഞ്ചർ ആണെന്ന് ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ പിന്നെ എങ്ങനെയായിരിക്കണം അത്? നമ്മുടെ ലോക്കൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം, ഹോസ്പിറ്റൽസ് പോളിസീസ് പാലിച്ചായിരിക്കണം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ദ ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ആ പോയിന്റ് ക്ലിയർ ആയോ? Yes, ma'am. Gayatri, okay, thank you. Then report the spill. Spills should be reported to the concerned staff for documentation and investigation. Okay, ഒരു സ്പിൽ ഉണ്ടായാൽ, ഒരു ലീക്കേജ് ഉണ്ടായാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫിന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയായിരിക്കാം? അതിനെക്കുറിച്ച് ഡോക്യുമെന്റേഷൻ തയ്യാറാക്കാനും പിന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷനും വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാഫിന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ റിപ്പോർട്ട് ദ സ്പിൽ. അപ്പൊ ഇത്രയും ക്ലിയർ ആണോ? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് മൂവ് ചെയ്യാം. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്തൊക്കെ ഷാപ്സ് ഉണ്ടായിരിക്കാം ഒരു ഹോസ്പിറ്റൽസിൽ? എന്തൊക്കെ ഷാപ്സ് ഉണ്ടായിരിക്കാം? ഓക്കെ അപ്പൊ എന്തൊക്കെ നോക്കിയാൽ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് നീഡിൽസ് ഉണ്ടാവാം, സ്കാൽപെൽസ് ഉണ്ടാവാം ആൻഡ് അതർ ഷാർപ്പ് മെഡിക്കൽ ടൂൾസ് can cause injury and infection to healthcare workers and others who may come into contact with it. Okay, needles ഉണ്ടായിരിക്കാം, then surgery ടൈമിൽ യൂസ് ചെയ്യുന്ന ബ്ലേഡ്സ് ആയിരിക്കാം, നൈഫ്സ് ആയിരിക്കാം. ഓക്കെ ഇതൊക്കെ ഷാർപ്സ് ഒബ്ജക്റ്റ് ആണ്. then ബ്രോക്കൺ ഗ്ലാസ് പീസസ് ഉണ്ടായിരിക്കാം, ഗ്ലാസസ് ഉണ്ടായിരിക്കാം. ഓക്കെ അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുന്നത്? പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്നവർക്ക് ഇഞ്ചുറീസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ ഇഞ്ചുറീസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇഞ്ചുറീസ് ഉണ്ടായാലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻഫെക്ഷൻസ് വരാൻ, ഓക്കെ പലതരം ഡിസീസസ് വരാൻ ചാൻസസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഏതൊക്കെ ഡിസീസസ് ആയിരുന്നു?
ഓക്കെ, HIV വരാൻ ചാൻസസ് ഉണ്ട്. ബ്ലഡ് ബോൺ പാത്തജൻസ്, രക്തത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ എന്തായിരുന്നു സ്കാൽപെൽസ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് സർജറി ടൈമിൽ യൂസ് ചെയ്യുന്ന ഡിറ്റാച്ചബിൾ ബ്ലേഡ് ആയിരിക്കാം, ചിലപ്പോൾ നൈഫ്സ് ആയിരിക്കാം. ഓക്കെ, ഇതാണ് സ്കാൽപെൽസ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്തരത്തില് അതുമായിട്ട് സ്കാൽപെൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ മലയാളം? ഓക്കെ 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 അപ്പൊ എന്താണ് ഈ നീഡിൽസുമായിട്ട് അല്ലെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞ ബ്ലേഡ്സ് അല്ലെങ്കിൽ നൈഫ്സുമായിട്ട് ദ കോണ്ടാക്ട് മീൻസ് സമ്പർക്കം. ഓക്കെ, അതുമായിട്ട് ആർക്കാണോ കൂടുതൽ കണക്ഷൻ വരുന്നത്, ആരുമായിട്ടാണോ കൂടുതൽ സമ്പർക്കത്തിൽ വരുന്നത്, അവർക്കല്ലേ ഇഞ്ചുറീസ് ഉണ്ടാവാൻ ചാൻസസ് ഉള്ളത്. റൈറ്റ്, കിട്ടിയോ? നേരത്തെ ആരാ ഡൗട്ട് ചോദിച്ചത്? ഓക്കെ, കിട്ടിയെന്ന് കരുതുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഇഞ്ചുറീസ്, അതിലൂടെ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അഗെയിൻ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അഗെയിൻ എന്താണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം. സ്ക്രീൻ മേലോട്ട് സ്ക്രോൾ ചെയ്യണേ. ഓക്കെ ഓക്കെ, സ്ക്രോൾ ചെയ്യാവോ? ക്ലിയർ ആണോ? ഷാർപ്സ് ഒബ്ജക്ട്സ്, ഷാർപ്സ്, പില്ലേജ്, വേസ്റ്റ്. ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. ഓക്കെ, സോറി. യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. Before approaching the spill, person should wear suitable personal protective equipments. That means PPE. Okay, that includes gloves, puncture-resistant containers to avoid contact with the waste and avoid injury. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ബാഗിൽ കൊണ്ടിടാൻ പറ്റും ഇത്തരത്തിലുള്ള ഷാർപ്സ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ കീറി പോകാൻ ചാൻസസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള തരത്തിലുള്ള കണ്ടെയ്നറോ ബാഗ്സിലോ ആയിരിക്കണം നമ്മളിത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഏതൊക്കെയാണ്? ഗ്ലൗസ് യൂസ് ചെയ്യണം, പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ ആയിരിക്കണം, ദെൻ ഇഞ്ചുറീസ് ഉണ്ടാവാതെ ഇഞ്ചുറീസ് ഒഴിവാക്കാനായിട്ട് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ്. ഓക്കെ, ദെൻ ദ കണ്ടെയ്ൻ ദ സ്പിൽ. എന്താണ് കണ്ടെയ്ൻ ദ സ്പിൽ? അപ്പൊ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? PPE പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നെക്സ്റ്റ് ആണ് കണ്ടെയ്ൻ ദ സ്പിൽ. ഓക്കെ, ആ സ്പില്ലിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം? യൂസ് എ പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ ടു പിക്ക് അപ്പ് കെയർഫുള്ളി എനി ഷാർപ്പ് ആൻഡ് പുട്ട് ദം ഇൻ എ ലേബിൾഡ് ബയോഹാസർഡ് ബാഗ് ഓർ കണ്ടെയ്നർ ഫോർ ഡിസ്കാർഡിംഗ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു തന്നെ അത്തരത്തിലുള്ള ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കും നമ്മൾ മ്യൂട്ട് ചെയ്യാവോ പ്ലീസ്? മ്യൂട്ട്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ലേബൽ ചെയ്യണം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇതുമായിട്ട് ഫർദർ കോണ്ടാക്റ്റിൽ വരുന്ന ആളുകളുണ്ട് അല്ലേ, അവർക്ക് ഇതിൽ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം. ഓക്കെ, ആ ലേബിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് ഡേഞ്ചർ ആണ്, ഇത്തരത്തിലുള്ള വേസ്റ്റ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവർക്ക് പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് കുറച്ചുകൂടി ഈസിയാണ്. ഓക്കെ, അപ്പോ ഇതിനൊരു ലേബൽ കണ്ടിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ലേബൽ, ഒരു സിമ്പിൾ ഉണ്ടാവും അതിന് പുറത്ത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടെയ്നേഴ്സിന്റെ പുറത്തൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ക്രസന്റ്, ഒരു 3 ക്രസന്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന രീതിയിൽ ഒരു സിമ്പിൾ ഉണ്ട്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് മാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. Then clear up the spill. Use a disinfectant solution to clean the affected area completely. Stick to the manufacturer's directives for the apt concentration and contact type of the disinfectant. എന്താ പറയുന്നത്? നമ്മൾ എങ്ങനെ ക്ലീൻ ആക്കണം? ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ക്ലീൻ ആക്കണം. ഓക്കെ, പിന്നെന്താണ്? മാനുഫാക്ചറർ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ അത്?
ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ്. നെക്സ്റ്റ് എന്താണ് ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ്? ഓൾ മെറ്റീരിയൽസ് that come into contact with sharp spillage should be got rid of as dangerous waste in labeled biohazard bags or container. ഇത്തരത്തിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും ഷാർപ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഡേഞ്ചർ എന്ന് ലേബൽ ചെയ്തിട്ടുള്ള ഒരു വേസ്റ്റിലോ ഒരു ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആയിരിക്കണം ഇത്തരത്തിലുള്ള വേസ്റ്റ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് ഇതിനെ ഒഴിവാക്കേണ്ടത്. ഓക്കെ, നമുക്ക് കാണുന്നിടത്ത് ഇത് കൊണ്ടുവയ്ക്കാനോ അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാനോ കഴിയില്ല. ഓക്കെ, പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിന് പ്രോപ്പർ ആയിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഓക്കെ, ലേബിൾഡ് ചെയ്ത ഒരു കണ്ടെയ്നറിലോ ബാഗിലോ ആയിരിക്കണം നമ്മളിത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ദെൻ റിപ്പോർട്ട് ദി സ്പിൽ. ഓക്കെ, സ്പില്ലിനെ കുറിച്ച് നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. ആർക്ക്? സ്പിൽ ഷുഡ് ബി ഡീറ്റെയിൽ ടു ദ റെലവന്റ് സ്റ്റാഫ് പേഴ്സൺ ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്? അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഫർദർ ഡോക്യുമെന്റേഷന് വേണ്ടിയും ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയും ഓക്കെ നമ്മൾ ആ സ്റ്റാഫിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ആ സ്പില്ലിനെ കുറിച്ച്. സ്പീഡായി പോയോ? കുറച്ച് മേലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിപ്പോർട്ട് സ്പില്ലാണ്. ഓക്കെ, റിപ്പോർട്ട് സ്പില്ലിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ കാണാവോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിയർ ആയോ? സെയിം പോയിന്റ് തന്നെയാണ് അഗെയിൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, നമ്മൾ എന്താണോ മെർക്കുറിയിൽ പഠിച്ചത് ആ സ്റ്റെപ്സ് തന്നെയാണ് ഷാർപ്സിലും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. Then what's next? Chemical spillage waste management. Okay, again chemicals എന്ന് പറയുന്നതും നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും ഹാർംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പൊ ഈ കെമിക്കൽസിനെയും നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇവാലുവേറ്റ് ദി സ്റ്റേറ്റ് സോൺ ലൈക്ക് മൈനർ ഓർ മേജർ സ്പിൽ. ഓക്കെ, ഈ സ്പില്ല് എത്തരത്തിലുള്ളതാണെന്ന് ആദ്യം കണ്ടെത്തണം. ഓക്കെ, ഓക്കെ ആണോ? ഒന്നുകൂടെ പറയോ മാം? നമ്മൾ കണ്ടെത്തണം സ്കില്ലാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ എന്താ പറയുന്നത്? എവിക്ട് ഏരിയ എന്ത് ചെയ്യണം? എവിക്ട് ചെയ്യണം. ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ് എവിക്ട് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. ഓക്കെ, ആ ഏരിയ നമ്മൾ എവിക്ട് ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം? എമർജൻസി സർവീസിലോട്ട് നമ്മൾ കോൾ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. എവിക്റ്റിന്റെ മലയാളം മാം? എവിക്റ്റ് എന്നുള്ളതിന്റെ അർത്ഥം ഒന്ന് മലയാളത്തിലുള്ള അർത്ഥം ഒന്ന് പറയാവോ? ഓക്കെ, എവിക്റ്റ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിപ്പിക്കാന്ന് പറയില്ല. ആ ഒരു ഏരിയ നമ്മള് സ്ക്രീനിൽ കാണുന്നില്ല. ഒഴിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ? സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിയർ അല്ലേ? അത് കാണുന്നുണ്ടല്ലോ. യെസ് മാം, കാണുന്നുണ്ട്. കാണുന്നുണ്ട് മാം. കാണുന്നു. ഓക്കെ, ഓക്കെ. അപ്പൊ എവിക്റ്റ് ക്ലിയർ ആയോ? എവിക്റ്റ് ഏരിയ എന്ന് പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ഫസ്റ്റ് അതിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യണം. റോഷ്നിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റോഷ്നി, രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയോ? പറയാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ എത്തരത്തിലുള്ള സ്പില്ലേജ് ആണ്, എത്തരത്തിലുള്ള കെമിക്കൽ ആണ് ലീക്കേജ് ഉണ്ടായിട്ടുള്ളതെന്ന് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, മൈനർ ആണോ മേജർ ആണോ എന്ന് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് എവിക്ട് ഏരിയ നമ്മൾ എവിക്ട് ചെയ്യണം. ഓക്കെ, ഒഴിപ്പിക്കണം. ഓക്കെ, മറ്റുള്ളവർ അങ്ങോട്ട് പ്രവേശിക്കാതെ നമ്മൾ തടയണം. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം? എമർജൻസി സർവീസിലോട്ട് കോൾ ചെയ്യണം. ഓക്കെ, വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. എന്താ? PPE നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? ലൈക്ക് ഗ്ലൗസ്, ഗോഗിൾസ് ആൻഡ് റെസ്പിറേറ്റേഴ്സ് ബിഫോർ ഗോയിങ് ടു ദ സ്പിൽ
അവോയ്ഡ് ഗ്ലൗസ്, ഫേസ് ഷീൽഡ്. അപ്പൊ അതൊക്കെ നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ ധരിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ മാസ്ക് ഒക്കെ നമ്മൾ വെയർ ചെയ്തിട്ടില്ലെങ്കിൽ കെമിക്കൽ സ്മോക്ക് നമ്മൾ അതൊക്കെ ശ്വസിക്കാനുള്ള ചാൻസസ് വരും അല്ലേ? ഓക്കെ, കെമിക്കൽ സ്മോക്ക് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, then contain the spill. Okay, contain the spill. എന്താണ് contain the spill പറയുന്നത്? Use absorbent materials such as absorbent pads to contain the spill and prevent it from spreading. Place the materials in a labeled dangerous waste bag of the container for discarding. Okay, absorbent materials ഏതൊക്കെയാണ്? absorbent pads ആയിരിക്കാം. Okay, whatever it's നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തിന്? സ്പില്ല് സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള അബ്സോർബന്റ് പാഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ മെറ്റീരിയൽസ് എവിടെ പ്ലേസ് ചെയ്യണം? ഇത്തരത്തിൽ യൂസ് ചെയ്ത ഈ മെറ്റീരിയൽസ് ലേബിൾഡ് ആയിട്ടുള്ള ബാഗില് ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ നിക്ഷേപിക്കേണ്ടത്. ഡിസ്കാർഡ് ചെയ്യേണ്ടത് അത്തരത്തിൽ ലേബിൾ ചെയ്തിട്ടുള്ള ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം. ക്ലിയർ ആണോ? Okay. ക്ലിയർ ആണ് മാം. Then clean up the spill. Use suitable. Okay. Use suitable spill kits or stick to the manufacturer's directives for the exact use of absorbent materials to clean up the spill. Be cautious not to spread the chemicals at the time of cleaning up. എന്താ പറയുന്നത്? ക്ലീൻ ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ കിറ്റ്സ് യൂസ് ചെയ്യുക. പിന്നെന്താണ്? മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? ഒരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ, ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് സ്പ്രെഡ് ആകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ആ ക്ലീനിങ് ടൈമിൽ കെമിക്കൽസ് വീണ്ടും സ്പ്രെഡ് ആകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ മാനുഫാക്ചറേഴ്സിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു കെമിക്കൽസ്, മെർക്കുറി ആണെങ്കിൽ എന്താ യൂസ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽസിൽ മെർക്കുറി ലീക്കേജ് ഉണ്ടായാൽ ആ സർഫസ് ക്ലീൻ ചെയ്യാൻ എന്താ യൂസ് ചെയ്യുന്നത്? 10% സോഡിയം സൊല്യൂഷൻ. ഓക്കെ, ആ സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതേപോലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യണം. ഓക്കെ, ആ ക്ലീൻ ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ ലേബൽ ചെയ്തിട്ടുള്ള ബാഗിലായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ ഇത്? Then dispose of waste. All materials that are coming into contact with the chemicals should be thrown away as dangerous waste into labeled bags or containers. Adhere to local, state and federal regulations for the disposal of dangerous waste. അപ്പൊ ഇതുമായിട്ട് കെമിക്കലുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും ലേബിൾ ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ നിക്ഷേപിക്കണം. ഓക്കെ, ദെൻ എന്താണ്? അങ്ങനെ മാത്രം ചെയ്താൽ മതിയോ? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലോക്കൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ വേസ്റ്റ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ചായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. അശ്വിൻ മ്യൂട്ട് ചെയ്യാവോ പ്ലീസ്? ഓക്കെ, അപ്പൊ ആ പോയിന്റ് ക്ലിയർ ആയോ? ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ക്ലിയർ ആണോ? Okay. Okay. Then the next one is report the spill. Okay. Okay, Gayatri. Okay. Then report the spill. എന്താണ്? Spills should be reported to the concerned staff for documentation and investigations. അപ്പൊ സ്പിൽ ഉണ്ടായാലും നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫിന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്ക്രോൾ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? ലാസ്റ്റ് പോയിന്റ്, റിപ്പോർട്ട് സ്പിൽ. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? യെസ് മാം. അപ്പൊ നമ്മള് അതുമായിട്ട്
വിൻഡോസ് വന്ന് കിടപ്പുണ്ട്, പക്ഷെ അതിൽ കാണാൻ പറ്റില്ല. കാണാൻ പറ്റുന്നില്ല. ഓക്കെ, വന്ന് മേഡം. ഓക്കെ, അപ്പൊ നമ്മള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം സ്പില്ലിനെ കുറിച്ച്. ഡോക്യുമെന്റേഷനും ഇൻവെസ്റ്റിഗേഷനും വേണ്ടി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റില് എന്തൊക്കെയാണ് പറയുന്നത്? നമ്മൾ ഏത് തരത്തിലുള്ള കെമിക്കൽസ് ആണ് ലീക്കേജ് ഉണ്ടായിട്ടുള്ളതെന്ന് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ ദ ഏരിയ ഷുഡ് ബി എവിക്ട്. ഏരിയ എന്ത് ചെയ്യണം? എവിക്ട് ചെയ്യണം. ഓക്കെ. ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എമർജൻസി സർവീസിൽ കോൾ ചെയ്യണം. ഓക്കെ. ദെൻ PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ദെൻ പിന്നെന്താ പറയുന്നത്? അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ആ സ്പില്ലിന് നമ്മൾ സ്പ്രെഡ് ചെയ്യാതെ കൺട്രോൾ ചെയ്യണം. ദെൻ ക്ലീൻ അപ്പ് ദ സ്പിൽ. സ്യൂട്ടബിൾ സ്പിൽ കിറ്റ്സോ അല്ലെങ്കിൽ അബ്സോർബൻ പാഡ്സ് യൂസ് ചെയ്ത് ആ സ്ഥലം ക്ലീൻ ചെയ്യണം. ഓക്കെ. ദെൻ എങ്ങനെയാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്നും പിന്നെന്താണ് ലോക്കൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഹോസ്പിറ്റൽ പോളിസീസും അനുസരിച്ചായിരിക്കണം വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് കൺസേൺ വരുന്ന സ്റ്റാഫിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ആ സ്പില്ലിനെ കുറിച്ച്. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ക്ലിയർ ആണോ? ഇതെല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കുകയാണ്. എല്ലാത്തിലും ഒരേ ഇത് തന്നെ. സെയിം തന്നെയാണ്, സെയിം പോയിന്റ് തന്നെയാണ് എല്ലാത്തിലും പറയുന്നത്. ഓക്കെ, ഓർത്ത് വയ്ക്കാൻ എളുപ്പമല്ലേ അത്? ഓക്കെ. നെക്സ്റ്റ് പേജ് റിജോ സ്ക്രോൾ ചെയ്യാവോ? കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അതിലെന്താ പറയുന്നത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് മേജർ ഓർ മൈനർ സ്പില്ലേജ്. ഏത് സ്പില്ലേജ് ആണെന്ന്, എത്തരത്തിലുള്ള കെമിക്കൽ ആണ് ലീക്കേജ് ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഇഫ് മൈനർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി കംപ്രൈസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സിന് നമ്മൾ കോണ്ടാക്ട് ചെയ്യണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആ ഏരിയ എവിക്ട് ചെയ്യണം അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യണം ആ ഏരിയ. ദെൻ പിന്നെന്താണ്? PPE നമ്മൾ വെയർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ കൺട്രോൾ സ്പിൽ ഓഫ് ലിക്വിഡ് ബൈ കണ്ടെയ്നിങ് സ്പിൽ യൂസ് ആസിഡ് ഓർ ആൽക്കലി ആൻഡ് പ്ലേസ് അബ്സോർബൻ പാഡ്സ്. അതിനെ സ്പ്രെഡ് ചെയ്യാതെ ഡിഫറെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഓക്കെ. ദെൻ അക്കോർഡിംഗ് ടു റൂൾസ് അനുസരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആവാം ലോക്കൽ ഗവൺമെന്റിന്റെ ആകാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കണം നമ്മൾ ആ വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. അതിന് താഴെ എന്താ വരുന്നത്? ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ഏരിയ എങ്ങനെ അണുമുക്തമാക്കണം. ഓക്കെ, എങ്ങനെ ക്ലീൻ ചെയ്യണം? ഹോസ്പിറ്റൽസിൽ മെർക്കുറി ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സോഡിയം എന്താ യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസിൽ? സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ. സോഡിയം തയോസൾഫേറ്റ് യൂസ് ചെയ്ത് നമ്മളെ ഏരിയ. ഓക്കെ. അതേപോലെ അപ്പൊ ആ ഏരിയ നമ്മൾ എങ്ങനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ക്ലീൻ ചെയ്യണം. ഓക്കെ, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് റേസ് ഇൻസിഡന്റ് ഫോംസ്. ഓക്കെ, ആ ഇൻസിഡന്റുമായി റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഫോംസ് ഉണ്ട്. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ആരെയൊക്കെ അഫക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ്. എന്തോ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. സ്ക്രീൻ കാണാനും പറ്റുന്നില്ല, ക്ലിയർ ആവണില്ല. സ്ക്രോൾ ചെയ്യാവോ റിജോ? സ്ക്രോൾ ചെയ്യാവോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്തോട്ടെ. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ദെൻ നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ആ സ്പില്ലേജിന് ആ വേസ്റ്റ് നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. ദെൻ അതിനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ക്ലീൻ ചെയ്യണം, ആ ഏരിയ ക്ലീൻ ചെയ്യണം. ഓക്കെ. ദെൻ റേസ് ഇൻസിഡന്റ് ഫോംസ്. അതിൽ എന്തൊക്കെ ഉണ്ടാവാം? ആരെയൊക്കെ അഫക്ട് ചെയ്തു? ഒരു ലീക്കേജ് ഉണ്ടായപ്പോൾ അതിൽ ആരെയൊക്കെ അഫക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടോ, ഓക്കെ, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിന് അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സിന് ഡാമേജസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ
നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു ഫോംസ് ഉണ്ട്. ഓക്കെ, അത് ക്ലിയർ ആണോ? ഇഫ് മൈനർ ആണെങ്കിൽ ഓക്കെ. ദെൻ മേജർ ആണെങ്കിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്? നോട്ടിഫൈ അതേഴ്സ്, മറ്റുള്ളവരെ അറിയിക്കണം. ഓക്കെ. ദെൻ എവിക്ട് ഏരിയ, അഗെയിൻ ഏരിയ എന്ത് ചെയ്യണം? ആ സ്ഥലം നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം, എവിക്ട് ചെയ്യണം, ഒഴിപ്പിക്കണം. ദെൻ പ്രിവെന്റ് അതർ ഫ്രം എന്ററിങ് ദ ഏരിയ. ഓക്കെ, മറ്റുള്ളവർ ആ ഏരിയയിലോട്ട് എൻറ്റർ ചെയ്യാതെ, കടക്കാതെ നമ്മൾ തടയണം. ഓക്കെ, പ്രിവെന്റ് ചെയ്യുക. Then watch for fire if flammable chemicals and manage properly. നമുക്ക് കെമിക്കൽസ് ആണെന്ന് പറഞ്ഞു, ചിലപ്പോൾ ഫ്ലെയിമബിൾ ആയിട്ടുള്ള തീ പിടിക്കാൻ ചാൻസസ് ഉള്ള കെമിക്കൽസ് ഉണ്ടാകാം. ഓക്കെ, അത്തരത്തിലുള്ള കെമിക്കൽസ് ആണെങ്കിൽ അതിനെ പ്രോപ്പർ ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം എന്ന് നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഏതൊക്കെയാണ് ഡിഫറെന്റ് സ്റ്റെപ്സ്? ജിൻഡുന് പറയാവോ ഏതൊക്കെയാണ് ഡിഫറെന്റ് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ജിൻഡു, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ജിൻഡു ഓർ എനിബഡി, ഏതൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? use acid and alkali place absorbent pads. അത് ആസിഡും ആൽക്കലി പോലുള്ളത് അബ്സോർബ് ചെയ്യുക, അങ്ങനെയല്ലേ? ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ഒരു ലീക്കേജ് ഉണ്ടായി, ഒരു കെമിക്കൽ ലീക്കേജ് ഉണ്ടായ ഫസ്റ്റ് എന്ത് ചെയ്യണം? മേജർ ആണ്, മൈനർ ലീക്കേജ് ആണെങ്കിൽ നമ്മൾ സേഫ്റ്റി ഓഫീസേഴ്സിനെ അറിയിക്കണം. അത് കഴിഞ്ഞ് ആ ഏരിയ ഐസൊലേറ്റ് ചെയ്യണം. അത് PPE വെയർ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് കൺട്രോൾ സ്പിൽ ഓഫ് ലിക്വിഡ് ബൈ കണ്ടെയ്നിങ് സ്പിൽ യൂസ് ആൽക്കലീസോ ആസിഡോ ഉപയോഗിച്ച് ആ പ്ലേസ് അബ്സോർബന്റ് പാഡ്സ് ഉപയോഗിച്ച് അബ്സോർബ് ചെയ്തിരിക്കണം. ഹലോ, ഡിസ്കാർഡ് ചെയ്യണം. അത് 10% ഉപയോഗിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കും ഡിസ്കാർഡ് ചെയ്യേണ്ടത്. എന്താണ്? റൈസ് ഇൻസിഡന്റ് ഫോം. ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചിട്ടായിരിക്കണം ആ ഏരിയ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, കണ്ടിന്യൂ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഡിസ്കാർഡ് ചെയ്യണം. പിന്നെന്താണ്? പിന്നെ റൈസ് ഇൻസിഡന്റ് ഫോംസ്. ഏരിയ ക്ലീൻ ചെയ്യണം, വേണ്ടേ? ഏരിയ ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇഫ് മേജർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മേജർ കേസസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സനിൽ നോട്ടിഫൈ അതേഴ്സ് എന്ന് വെച്ചാൽ അത് ശ്രദ്ധിക്കണം, മറ്റുള്ളവരെ അറിയിക്കണം. പിന്നെ എവിക്ട് ഏരിയ, അതായത് അവിടുന്ന് ഇത് ആൾക്കാരെ ഒന്ന് അവിടെയുള്ള ആ ഇത് ഏരിയയിലുള്ളവരെ പുറത്ത് നമ്മൾ ശ്രദ്ധിക്കണം, അതായത് അവരെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് പ്രിവെൻറ്റ് ഫ്രം എൻറ്ററിങ് ദി ഏരിയ, അതായത് അവിടേക്ക് ആൾക്കാർ കയറാതിരിക്കാൻ, അതായത് അവർ കയറി വന്ന് അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കെമിക്കൽ ആൻഡ് മാനേജ് പ്രോപ്പർലി വാച്ച് ഫോർ അത് തീപിടുത്തോ അങ്ങനെ എന്തും സംഭവിക്കാതിരിക്കാനുള്ള ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. താങ്ക് യു മാം. ഓക്കെ, then the next one is radioactive spillage waste management. Okay, radioactive spillage നെ കുറിച്ചാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ ഏതൊക്കെ സ്പില്ലേജ് ഡിസ്കസ് ചെയ്തു? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഡിസ്കസ് ചെയ്തു. then ഇന്ന് എന്തൊക്കെ ഡിസ്കസ് ചെയ്തു?
എന്റെ സൗണ്ട് തന്നെ ഞാൻ തിരിച്ചേക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. എന്താണ് നെക്സ്റ്റ്? അപ്പൊ സെയിം പോയിന്റ്സ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ഏതൊക്കെയാണ് പറഞ്ഞോട്ടെ? മാഡം ക്ലീനപ്പ് പ്രൊസീജിയേഴ്സ് അതല്ലേ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ലീനപ്പ് ദ സ്പിൽ. ക്ലീനപ്പ് നമ്മൾ എങ്ങനെ ആ ഏരിയ ക്ലീൻ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, എങ്ങനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യാം, എങ്ങനെ അണുവിമുക്തമാക്കാം. ഇത് എക്സ്റേ റേഡിയോ ആക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത് അത് എക്സ്റേയുടെ വിഭാഗത്തിൽ വരുന്ന ഭാഗങ്ങളല്ലേ പറയുന്നത്? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ട്. പ്ലീസ് മ്യൂട്ട് ചെയ്യാവോ? ഇപ്പൊ ബിനോയ് ചോദിച്ച ക്വസ്റ്റ്യൻ ഓക്കെ, ഡൗട്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ കെമിക്കൽസിലാണോ ചോദിച്ചത്? ക്ലിയർ ആയില്ല, അതുകൊണ്ടാ. ഓ മാഡം, റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് അത് ക്ലീനപ്പിനെ കുറിച്ചല്ലേ പറയണത്? ഓക്കെ, റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. റേഡിയോ ആക്റ്റീവ്സിൽ എക്സ്റേസ് ഉണ്ട്. ഓക്കെ, റേസ് വരുന്നുണ്ട്. അത് കൂടാതെ മെറ്റീരിയൽസും വരുന്നുണ്ട്. ഓക്കെ, പലതരം മെറ്റീരിയൽസും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗാലിയം 67 എന്ന് പറഞ്ഞത് അതെന്തിനാ ട്യൂമർ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിൽ യൂസ് ചെയ്യുന്ന ഒരു തരം മെറ്റീരിയൽസ് ആണ്. ഓക്കെ ദെൻ താലിയം. ഓക്കെ, ആ സമയത്ത് ഹാർട്ടിലെ ഏതെങ്കിലും മസിൽസിന് ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് താലിയം. ഓക്കെ, ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മുടെ റേഡിയോ ആക്റ്റീവ് സ്പിൽ വേസ്റ്റേജ് മാനേജ്മെന്റ് ഓക്കെ സ്പിൽ വേസ്റ്റിൽ വരുന്നുണ്ട്. റേഡിയോ ആക്റ്റീവ് സ്പില്ലിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഗാലിയം, താലിയം പോലുള്ളവ. ഓക്കെ, റേസ് മാത്രമല്ല. ക്ലിയർ ആയോ മാം? താലിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാലിയം, താലിയം, നമ്മൾ ടൈറ്റാനിയം അത് കുറെ മൂലകങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ ഗാലിയം, താലിയം മെറ്റീരിയൽസ് ആണ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണത്. ജസ്റ്റ് പറഞ്ഞോന്നേ ഉള്ളൂ. എക്സ്റേസ് മാത്രമല്ല. ഓക്കെ, റേസ് മാത്രമല്ല. ഓക്കെ അപ്പൊ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ. Then radioactive spillage can be dangerous to human health and the environment, and steps to be taken for managing radioactive spillage waste. Okay, radioactives നമ്മളുടെ ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെന്റിനും ഡേഞ്ചറസ് ആണ്. അപ്പൊ അതിന് ഏതൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഇവാക്യുവേറ്റ് ദ ഏരിയ. എന്താ ഇവാക്യുവേറ്റ് ദ ഏരിയ എന്ന് പറഞ്ഞാൽ, ഇഫ് ദ സ്പിൽ ഈസ് നോട്ടബിൾ ഇവാക്യുവേറ്റ് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. ഇങ്ങനെ ഒരു സ്പിൽ ഉണ്ടായത് അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടായത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഏരിയ ഒഴിപ്പിക്കുക. ഓക്കെ, ദെൻ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. എമർജൻസി സർവീസിലോട്ട് കോൾ ചെയ്യുക. ദെൻ വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഓക്കെ, എന്തൊക്കെയാണത്? person should use apt personal protective equipments, that means PPE. അത് മറന്നു പോകരുത്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ്. Such as gloves, goggles and respirators before going to the spill to avoid connection with the radioactive materials and prevent. Okay, അപ്പൊ നമ്മൾ ഇതുമായിട്ട് ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആയ ഗ്ലൗസ്, ഗോഗിൾസ് ആൻഡ് റെസ്പിറേറ്റേഴ്സ്, നേരത്തെ പറഞ്ഞില്ലേ കൈൻഡ് ഓഫ് മാസ്ക്, അതൊക്കെ നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ കണ്ടെയ്ൻ ദ സ്പിൽ. Use absorbent materials like sand or absorbent pads to contain the spill and prevent it from spreading. Put the material in a labeled radioactive waste bag and discard disposal. Okay, അപ്പൊ എന്താ പറയുന്നത്? നമ്മൾ അബ്സോർബന്റ് പാഡ്സ് യൂസ് ചെയ്ത് ഇതിനെ സ്പ്രെഡ് ചെയ്യുന്നത് തടയുക. ഇത്തരത്തിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസ് എങ്ങനെയുള്ള ബാഗിലായിരിക്കണം ഇടേണ്ടത്, ഡിസ്കാർഡ് ചെയ്യേണ്ടത്? ലേബിൾ ചെയ്ത ബാഗിലായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ?
Okay. Then dispose of waste. All materials. Sorry, അതിനു മുമ്പ് clean up the spill. Okay, clean up the spill. Use suitable spill kits or adhere to the manufacturer's directives for the proper use of absorbent materials to clean up the spill. Cautious not to spread the radioactive materials during cleanups. Okay, മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം ക്ലീൻ ചെയ്യുന്ന സമയത്ത്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പിൽ കിറ്റ്സ് യൂസ് ചെയ്യാം. പിന്നെ എന്താണ്, ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് സ്പ്രെഡ് ആകാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണം. ഓക്കെ, നമ്മൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ് ഇത് സ്പ്രെഡ് ആകാതിരിക്കാനായിട്ട്. ഓക്കെ ആണോ? Then the next one is dispose of waste. Waste എങ്ങനെ ഡിസ്പോസ് ചെയ്യണം? Okay, all materials that come into contact with the radioactive material should be discarded as radioactive waste in labeled bags or containers. Follow local, state and federal regulations for the disposal of radioactive waste. ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ എന്താണ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസും റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിട്ടുള്ള ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ലോക്കൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും എല്ലാ പോളിസീസും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്ന സമയത്ത് പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, then again report the spill. ആ സ്പില്ലിനെ കുറിച്ച് spills should be intimated to the concerned staff for documentation and investigations. ഓക്കെ, അതിന് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ആ സ്റ്റാഫിന്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫിന് നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, റിപ്പോർട്ട് ദ സ്പിൽ. അത് ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത് ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇതുവരെ 5 സ്പില്ലേജ് വേസ്റ്റിന് പഠിച്ചു അല്ലെ? ഹോസ്പിറ്റൽസിലെ 5 സ്പില്ലേജ് വേസ്റ്റസ് പഠിച്ചു. ഏതൊക്കെയാണ്? മെർക്കുറി സ്പില്ലേജ് ഓക്കെ, അപ്പൊ ലേറ്റ് ആയിട്ട് വന്നവർക്ക് നമുക്കിത് അവർക്ക് വേണ്ടി കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പോരെ? ഫസ്റ്റ് എന്തായിരുന്നു സ്റ്റാർട്ട് ചെയ്ത്? നമ്മൾ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ, ബിനോയ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ബിനോയ്. ബിനോയ്, എന്തൊക്കെയാ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഒരു മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്? ബിനോയ് പറയാവോ, ഏതൊക്കെ സ്റ്റെപ്സ് എടുക്കണം? അതായത് മെർക്കുറി ആശുപത്രി മൊത്തം സ്പ്രെഡ് ആണെങ്കിൽ 10% ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് മാറണം. ഒരു ഓർഡർ ഉണ്ട്, ഒരു ഓർഡർ ഇല്ലേ? ആ ഓർഡറിലൊന്ന് പറഞ്ഞേ, കുറച്ചുകൂടി ഈസി ആണ് ഓർത്തിരിക്കാനായിട്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഏരിയ എവിക്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? പിന്നെ ജ്വല്ലറി ജ്വല്ലറി വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. നയന കണ്ടിന്യൂ. നയന. Evict the area, take away jewelry, wear protective equipment, contain the spill is absorber materials ഉപയോഗിച്ച് spill ചെയ്യണം. Clean up the spill using 10% of sodium thiosulfate solution and dispose of waste and report the spill. മാഡം, പിന്നെ ഈ സിറിഞ്ചും നീഡിൽസും പോലുള്ള ഈ എക്യുപ്മെന്റ്സ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ 10% ഉപയോഗിച്ച് മറ്റേ ക്ലീൻ ചെയ്യല്ലേ മാഡം? അപ്പൊ നമ്മൾ വിൻഡോസ് ഒക്കെ ഓപ്പൺ ആക്കി അതിന് കടന്നു പോകേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ ഇവർക്ക് ഇത് ക്ലീൻ ചെയ്യുന്ന മുമ്പ് നമ്മൾ ആരെങ്കിലും ഇതേപോലെ അവിടെയുള്ള സ്റ്റാഫിനെ ആരെങ്കിലും മാക്സിമം അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം.
പിന്നെ പിന്നെ ഗ്ലൗസും പിന്നെ ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവും പിന്നെ ഗ്ലൗസും ഗോഗിൾസും അത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനത്തെ അല്ലേ മാഡം? അതെ അതെ അതെ. നമ്മള് ഓക്കെ മാഡം. നെഗറ്റീവുമായിട്ട് കോൺടാക്ട് വരുന്ന ജ്വല്ലറീസ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഓ മെർക്കുറിയുടെ കാര്യത്തിൽ ഇത് കൂടി ഓർത്ത് വയ്ക്കാം. ഓക്കെ, ദെൻ മ്യൂട്ട് ചെയ്തോളൂ. ദെൻ ഷാർപ്സ് പിന്നെ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് പിന്നെ എന്തൊക്കെ പിന്നെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഷാർപ്സില്? ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ, ഞാൻ വിളിക്കാം. കോൾ ചെയ്യാൻ. ഓക്കെ, ഷാർപ്സ് ആ വില്ലേജ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? യൂസ് സേഫ്റ്റി യൂസ് പ്രൊട്ടക്റ്റീവ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. സുരഭി, സുരഭി. ഓക്കെ, സുരഭിയാണോ? പേരെന്താ? സുരഭി. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, കണ്ടിന്യൂ. യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കണം. PPE യൂസ് ചെയ്തിരിക്കണം. ഇഞ്ചുറീസ് ഉള്ള പ്രിക്കോഷൻസ് എടുക്കണം. അടുത്ത കണ്ടെയ്ൻ ദി സ്പില്ല്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. എല്ലാവരും മ്യൂട്ട് ചെയ്തോ? എല്ലാവരും മ്യൂട്ട് ചെയ്തോ? ഓക്കെ, ദെൻ കണ്ടിന്യൂ. പേര് സുരഭി എന്നാണോ? സുരഭി. യെസ് മാം, സുരഭി. സുരഭി. ഹലോ, ക്ലിയർ ആവുന്നില്ല. കണ്ടിന്യൂ ചെയ്തോളൂ. പറയൂ. ഫസ്റ്റ് വൺ ഈസ് യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. അതിൽ PPE യൂസ് വെയർ ചെയ്തിരിക്കണം. പിന്നെ ഷാർപ്സ് ആയതുകൊണ്ട് ഇഞ്ചുറീസ് ഒഴിവാക്കാനുള്ള പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. കണ്ടെയ്ൻ ദി സ്പില്ല്. ഷാർപ്പ് വേസ്റ്റ് ട്രയാങ്കിൾ ഷേപ്പ് സിമ്പിൾസിലുള്ള കണ്ടെയ്നറിലാണ് ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്, ഈ ഷാർപ്പ് വേസ്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്ലീൻ അപ്പ് ദി സ്പില്ല്. ഡിസൻഫിക്റ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ അതിൽ മാനുഫാക്ചേഴ്സിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചായിരിക്കണം അത് ക്ലീൻ ചെയ്യേണ്ടത്. ഗെറ്റിംഗ് റെഡ് ഓഫ് വേസ്റ്റ്. ലേബൽ ചെയ്തിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെ റിപ്പോർട്ട് ദി സ്പില്ലിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യണം. Okay, very good, Surabhi. Then, very good. Then the next one is chemical spillage waste management. Okay, chemical spillage waste management. അതിനെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അതിന് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്? ഇവാലുവേറ്റ്. ഫസ്റ്റ് അത് മൈനർ ആണ്, മേജർ സ്പില്ലാണോ? മേജർ ഓർ മൈനർ സ്പില്ലേജ്. ഗായത്രി ആണോ? അതെ മാം. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഗായത്രി, കണ്ടിന്യൂ. ഫസ്റ്റ് ആ സ്പില്ല് മൈനർ ആണോ മേജർ ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ ഏരിയ എഡിറ്റ് ചെയ്യുക. എന്നിട്ട് എമർജൻസി സർവീസിലേക്ക് കോൾ ചെയ്യുക. ദെൻ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കുക, ലൈക്ക് PPE പോലെ. പിന്നെ കണ്ടെയ്ൻ ദി സ്പിൽ. അബ്സോർബൻ മെറ്റീരിയൽസ് ഉപയോഗിച്ച് സ്പില്ല് കണ്ടെയ്ൻ ഉപയോഗിക്കുക. ലേബിൾഡ് ചെയ്തിട്ടുള്ള ഒരു വേസ്റ്റ് ബാഗിലേക്ക് ഇടുക. പിന്നെ സ്പില്ല് ക്ലീൻ അപ്പ് ചെയ്യാം. മാനുഫാക്ചേഴ്സിന്റെ ഇതനുസരിച്ച് ഡയറക്റ്റ് അനുസരിച്ച് സ്പില്ല് ക്ലീൻ ചെയ്യുക. പിന്നെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക. അത് ലോക്കൽ സ്റ്റേറ്റിനെ ഫെഡറൽ റെഗുലേഷൻസ് വെച്ചിട്ടായിരിക്കണം അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ലാസ്റ്റ്ലി റിപ്പോർട്ട് ദ സ്പിൽ. ആ സ്പില്ല് റിപ്പോർട്ട് ചെയ്യാം. Okay, very good, Gayatri, very good. Then, chemicals clear അല്ലേ അത്? Then the last one is radioactive spillage waste management. Okay, radioactive spillage waste management. അതെങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് പ്രിക്കോഷൻസ് എടുക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? മനുഷ്യ ശരീരത്തിന് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഇതാണ്. ഫസ്റ്റ് നമ്മൾ അത് ഏരിയ ഇവാലുവേറ്റ് ചെയ്യണം.
ചെയ്യുക ഏരിയ. Then Ashwin continue. Ashwin. Is it Ashwin? Okay. Wear protective equipment. Okay. Contain the spill. Hello. ഹലോ പറഞ്ഞോളൂ Clean up. പറഞ്ഞോളൂ. ആദ്യം ഇവാക്യുവേറ്റ് ഏരിയ ഇവാക്യുവേറ്റ് ചെയ്യണം. എന്താണ് ഇവാക്യുവേറ്റ് ഏരിയ എന്ന് പറഞ്ഞ എന്താണ്? Area. Emergency services. ഓക്കെ ദെൻ പിന്നെന്താണ്? Wear protective equipment. PPV ധരിച്ചിരിക്കണം. ഓക്കെ വെരി ഗുഡ്. PPE നമ്മൾ ധരിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ ക്ലീൻ അപ്പ് ദ സ്പിൽ, അതായത് ഡേഞ്ചറിന് ലേബൽ ചെയ്തിട്ടുള്ള ഇതിലായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. പിന്നെ ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം? എവിടെ ഡിസ്പോസ് ചെയ്യണം? കണ്ടെയ്നറിലോ ബാഗിലോ ഡിസ്പോസ് ചെയ്യണം. ലേബൽ ചെയ്തിട്ടുള്ള റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിട്ടുള്ള ബാഗിലോ കണ്ടെയ്നറിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെ അത് റിപ്പോർട്ട് ദ മാത്രമല്ലോ സ്പിൽ. എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചിട്ടുണ്ടായിരിക്കണം. അത് സ്പ്രെഡ് ആവാൻ നോക്കണം. സ്പ്രെഡ് ആകാതെ നോക്കണം. ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് സ്പ്രെഡ് ആകാതെ നോക്കണം. പിന്നെ അറിയിക്കണം ഇന്റിമേറ്റ് ആയിട്ട് അതുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ സനിൽ കണ്ടിന്യൂ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. സനിൽ കണ്ടിന്യൂ. ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്ന സ്റ്റാഫിനെ അറിയിച്ചിരിക്കണം. ക്ലിയർ ആകുന്നുണ്ടോ? സനിൽ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ക്ലീനപ്പ് സ്കില്ല് വരെ നമ്മൾ പറഞ്ഞു അല്ലേ? ക്ലീൻ ചെയ്യുന്നത്. പിന്നെന്താണ്? വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം. എങ്ങനെ ഡിസ്പോസ് ചെയ്യണം? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം ചെയ്യുന്നത്. വെരി ഗുഡ്. ദെൻ പിന്നെന്താണ്? റിപ്പോർട്ട് ദി സ്പിൽ. റിപ്പോർട്ട് ദ സ്പിൽ, അതായത് ഇൻവെസ്റ്റിഗേഷനും ഡോക്യുമെന്റേഷനും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട ആൾക്കാരെ അറിയിച്ചിരിക്കണം. നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് സ്കില്ലിനെ പറ്റി നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ ഈ 5 പോയിന്റ് 4 പോയിന്റ് ക്ലിയർ അല്ലേ? 4 ടോപ്പിക്സ്. ഓക്കെ. റേഡിയോ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജസ് ക്ലിയർ അല്ലേ? 5 അല്ലേ? ഓക്കെ 5 ഉണ്ട്. ഒരെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തോണ്ട് അതുകൊണ്ട് 4 എന്ന് പറഞ്ഞത്. ഓക്കെ അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ ബാക്കി നമുക്കൊരു സ്പില്ലിംഗ് ലബോറട്ടറി ഏരിയ മൈക്രോബിയൽ കൾച്ചേഴ്സിനെ കുറിച്ചുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പോരെ? നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ മാം. ഓക്കെ താങ്ക് യു മാം. ഓക്കെ താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.